പ്രൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ കലയുടെ രംഗവേദി ഉണർന്നു. KSEBയുടെ ഊർജ്ജ സംരക്ഷണ പദ്ധതി സൗരറാന്തൽ വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. മീനാപീസ് കടപ്പുറത്തെ അഭിലാഷ്വതം ദുർഹൃത അകറ്റണമെന്നാവശ്യപ്പെട്ട് SFI പ്രതിഷേധ കൂട്ടായ്മ നടത്തി. കല്യാൺ റോഡിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർക്ക് സ്മാരകമായി BJP പ്രവർത്തകർ ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊരുക്കി. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് ജ്യോതി പ്രസാദിന് സ്വീകരണം. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ രാഗതാളലയ വിസ്മയങ്ങളുടെ വേദി ഉണർന്നു. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. 7 വേദികളിലായാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് സമാപനമായി. സ്റ്റേജ് മത്സരങ്ങൾ ബുധനാഴ്ച തുടങ്ങി. പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും. കലോത്സവം വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി നടത്തിവരുന്നത്. കലോത്സവ നഗരിയിൽ ബുധനാഴ്ച കുട്ടികളുടെ സർഗാത്മക സൃഷ്ടികളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. പ്രദർശനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ നിർവഹിച്ചു. വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങും മത്സരങ്ങളും സിറ്റി ചാനൽ തത്സമ പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. KSEB നടപ്പിലാക്കുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതിയിലെ വിജയികൾക്ക് സൗരറാന്തൽ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ വിജയികൾക്കാണ് സമ്മാനം നൽകിയത്. വൈദ്യുതി ഉപഭോഗം കുറക്കുന്നത് ലക്ഷ്യമിട്ടാണ് KSEB പദ്ധതി നടപ്പിലാക്കുന്നത്. സമ്മാനാർഹർക്കുള്ള സൗരറാന്തൽ വിതരണം നടന്നു. കാഞ്ഞങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലുള്ളവർക്കുള്ള സൗരറാന്തൽ വിതരണമാണ് നടന്നത്. ചടങ്ങിൽ AXC P സീതാരാമൻ അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുഗതൻ പദ്ധതി വിശദീകരിച്ചു. നമ്മൾക്കിപ്പോൾ അറിയാം, ഈ ലോഡ് ഷെഡിങ് ഒരു കാലത്ത് നമുക്ക് വേണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിർബന്ധിച്ച് ലോഡ് ഷെഡിങ് എത്തത്തക്ക രീതിയിലേക്ക് നമ്മുടെ സാഹചര്യം എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ ഓരോ വർഷം തോറും വർദ്ധിച്ചു വരുന്നു. എന്നാൽ അതനുസരിച്ചുള്ള ഒരു വൈദ്യുത ഉൽപാദനം നമ്മുടെ കേരള സ്റ്റേറ്റിൽ നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾക്കറിയാം, മുടങ്ങിക്കിടക്കുന്ന ആതിരപ്പള്ളി, പൂയംകുട്ടി, അങ്ങനെ കുറേ പദ്ധതികൾ നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അത് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ സൗരറാന്തൽ വിതരണം ചെയ്തു. ഒരു അരമണിക്കൂർ കറണ്ട് വന്നില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം അരമണിക്കൂർ പോലും നമുക്ക് ആ ഒരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലാഭപ്രഭ എന്നുള്ളൊരു പദ്ധതി ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മളുടെ ഈ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ ഈ രീതിയിലുള്ള ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും അതുപോലെ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇനി ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങളുടെ ജനവാസം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോരാളും പുതിയ വീടുകൾ വെച്ച് താമസിക്കുകയും അവിടെ കറണ്ട് കണക്ഷൻ വരികയും കറണ്ടിൻ്റെ ഉപയോഗം കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. മുഹമ്മദ് കുഞ്ഞി, ഗാർഡർ വളപ്പിൽ, ഹോസ്തുർഗിലെ സുബ്രഹ്മണ്യം തുടങ്ങിയവരാണ് വിജയികളായത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ V കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണക്കായി കല്യാൺ റോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. BJP നേതാവ് KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി പ്രവർത്തകർ കല്യാൺ റോഡിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ നിർവഹിച്ചു. 1999 ഡിസംബർ 1 ഫാസിസ്റ്റുകാർ കൊല ചെയ്ത നമ്മുടെ ബലിദാനിയായ ജയകൃഷ്ണന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച്
ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിൽ വികാരനിർഭരമായ അന്തരീക്ഷത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. BJP നേതാക്കളായ CK വത്സലൻ, നാരായണ പൊതുവാൾ, ശ്രീധരൻ കാരാക്കോട്ട്, അജയകുമാർ നെല്ലിക്കാട്ട്, P വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. 200 തൊഴിൽ ദിനം നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ മാർച്ച് യൂണിയൻ ജില്ലാ സെക്രട്ടറി B രാജൻ ഉദ്ഘാടനം ചെയ്തു. ആ ഉപരോധ സമരത്തിന്റെ ഭാഗമായി ഈ തീരുമാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഉപരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സംഘടന എടുത്തത്. അനിശ്ചിതകാലമായി ഉപരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സംഘടന കൈക്കൊള്ളുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ തൊഴിലെടുത്ത തൊഴിലാളികൾക്കോ അതുകൂടി പറയാതിരിക്കാനില്ലല്ലോ. ഇപ്പൊ പണിയെടുത്ത് 10-50 ദിവസം പണിയെടുത്ത തൊഴിലാളികൾക്ക് ഇപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണ്. എങ്ങനെയാ കുടിശ്ശിക വരുന്നത്? ഇപ്പൊ കഴിഞ്ഞ മെയ് മാസത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് നമ്മൾ ഈ RDO ഓഫീസിലൊക്കെ ഒരു ഉപരോധ സമരം നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഈ RDO ഓഫീസിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് 10-15,000 തൊഴിലാളികൾ ഈ RDO ഓഫീസ് ഉപരോധിച്ചു. എന്തിനാ ഉപരോധിച്ച്? അന്ന് ഉപരോധിച്ചത് ഈ ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിൽ ഉൾപ്പെടെ 500 കോടി രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാനുള്ളത്. ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, P കൃഷ്ണൻ, V നാരായണൻ, രവീന്ദ്രൻ പുതുക്കൈ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മീന പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യം. SFI പ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഹോസ്തൃക് സ്കൂൾ വിദ്യാർത്ഥി അഭിലാഷിന്റെ വധത്തിലെ ദുരൂഹതയകറ്റണമെന്നും മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഖദീജത്ത് സുഹൈല അധ്യക്ഷയായി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം K സബീഷ്, SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, PP സിദിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ സമീപ കാലഘട്ടത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് എല്ലാ സ്ഥലത്തും നടന്നത്. അങ്ങനെ വിവിധ ജില്ലകളായി നടന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നിട്ടുള്ള കടന്നാക്രമണങ്ങളിൽ ഏറ്റവും ക്രൂരവും നിന്ദ്യവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകമാണ് അഭിലാഷിന്റെ കൊലപാതകം. നവോത്ഥാന മൂല്യങ്ങളുടെ പിന്നടത്തം എന്ന വിഷയത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചെറുവത്തൂർ കുട്ടമത്തെ മലബാർ വി രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു സെമിനാർ. വാസു ചോറോട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന മൂല്യങ്ങൾ പകർന്നു നൽകിയ സാംസ്കാരിക അടിത്തറയാണ് നമ്മുടെ ചിന്താധാരയും വികസന വഴികളും രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. വിശപ്പ് കൊണ്ട് പൊരിയുന്ന അനാഥനായ ഒരു കുട്ടിയുടെ വായിലേക്ക് ഒരു കഷ്ണം റൊട്ടി എത്തിക്കാത്ത ഒരു മതത്തിലും ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും വിപ്ലവകാരിയല്ല. വിപ്ലവകാരികളുടെ വിപ്ലവകാരിയായ വിവേകാനന്ദനാണ് പറഞ്ഞത്. മതം, ജാതി. ഒരു പറയന്റെ വീട്ടിൽ പോയി ചപ്പാത്തി കഴിച്ചപ്പോൾ വിവേകാനന്ദനെ വല്ലാതെ ചോദ്യം ചെയ്യുന്നുണ്ട്. വിവേകാനന്ദൻ അന്ന് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും രുചികരമായ റൊട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചപ്പാത്തി കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ മാനുഷികമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ജാതിക്കും മതത്തിനും അപ്പുറത്ത് നിന്ന മനുഷ്യന്റെ സംശുദ്ധമായ മനസ്സിനെ കണ്ടുകൊണ്ട്, അവന്റെ കൂട്ടായ്മയെ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ യുക്തിബോധം, മനുഷ്യന്റെ ശാസ്ത്രബോധം, അല്ലേ? ഇങ്ങനെയുള്ള എന്തെല്ലാം തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ ഒരു ലോകമായിരുന്നു ഈ കേരളം എന്ന് പറയുന്നതിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന ആരോടും വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അല്ലെങ്കിൽ ബ്ലൗസ് ഇടാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ഇല്ലേ? ജാതീയതയും അന്ധവിശ്വാസവും പണാധിപത്യവും കമ്പോളവും പുതിയ രൂപഭാവങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നും സാംസ്കാരിക പ്രതിസന്ധിയിലാണ് നാം ഇപ്പോഴെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. T സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. PVK പണിയാൽ വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, കുഞ്ഞാമൻ മാസ്റ്റർ, G ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ജ്യോതി പ്രസാദിന് സ്വീകരണം നൽകി. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ 200 മീറ്റർ ഓട്ടത്തിലാണ് ജ്യോതി പ്രസാദിന് വെങ്കല മെഡൽ നേടാനായത്. നായന്മാർമൂല TAHSലെ +2 വിദ്യാർത്ഥിയാണ് ജ്യോതി പ്രസാദ്. ജില്ലാ അത്ലറ്റിക് അസോസിയേഷനാണ് സ്വീകരണമൊരുക്കിയത്. അസോസിയേഷൻ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, PV ജനാർദ്ദനൻ, PK ബാലകൃഷ്ണൻ, പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾ ഭിന്നശേഷിയുള്ളവരായതിന്റെ ഉത്തരവാദി സർക്കാരാണെന്ന് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ TR നീലകണ്ഠൻ പറഞ്ഞു.
ബഡ്സ് സ്കൂൾ വികസന സമിതി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലിനീകരണവും ഭക്ഷണത്തിലെ കീടനാശിനികളും കാരണം കൂടുതൽ പേർ ഭിന്നശേഷിയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭിന്നശേഷിയുള്ളവരുടെ സംരക്ഷണം സമൂഹത്തിന്റെ പ്രധാന കടമയായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം സർക്കാരും സമൂഹവും ഒരു പാഠവും പഠിക്കുന്നില്ല എന്നത് ദുരന്തമായി മാറിയിരിക്കുകയാണെന്നും CR നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു. വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള മനുഷ്യാവകാശം, അത് കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ ഭിന്നശേഷിയുള്ളവർക്ക്, അങ്ങനെയുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഈ ഭിന്നശേഷി ദിനമുണ്ടായത്. ഇതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഭിന്നശേഷി ഉണ്ടാകുന്നത് ഇത് പറഞ്ഞതുപോലെ ആ ആളുടെ കുറ്റമല്ല. ഇവിടെ സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ ഈ ഭൂമിയിൽ ജനിച്ചാൽ ജീവിക്കാനുള്ള അവകാശം ആ മനുഷ്യർക്കുമുണ്ട്. യോഗത്തിൽ പ്രൊഫസർ മാധവ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ D. സുരേന്ദ്രനാഥ്, PPK പൊതുവാൾ, നാരായണൻ പേരിയ, KK നായർ, P. മുരളീധരൻ മാഷ്, PK അബ്ദുള്ള, മേരി കണ്ണൂർ, T. ശോഭന, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, മുനിസ അമ്പലത്തറ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷയശ്രീ ജില്ലാ ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ശില്പശാല നടന്നത്. അക്ഷയശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ ഭാരവാഹികൾക്കായാണ് ശില്പശാല ഒരുക്കിയത്. അക്ഷയശ്രീ ജില്ലാ ശില്പശാല സംസ്ഥാന മിഷൻ കോർഡിനേറ്റർ ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. 20-ൽ കൂടുതലുള്ള ആളുകളുടെ ഏത് കൂട്ടായ്മയും സംഘങ്ങളും അതിന് അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 20-ൽ കൂടുതൽ ആളുകളുടെ കൂട്ടായ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് സ്വാശ്രയ സംഘങ്ങളുടെ എണ്ണം 20-ൽ പരിമിതമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രത്യേകത ഒഴിച്ച്, അതേപോലെ സഹകരണ സംഘം എന്ന് പറയുന്നത് സഹകരണ നിയമത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പക്ഷെ സ്വാശ്രയ സംഘങ്ങൾ എവിടെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് പ്രത്യേകതകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്വഭാവങ്ങളും സഹകരണ സ്ഥാപനങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ഒന്ന് തന്നെയാണ്. ഹോസ്ദുർഗ് താലൂക്ക് വ്യവസായ കേന്ദ്രം ഓഫീസർ രമേശ് ക്ലാസ് എടുത്തു. V. ശ്രീകണ്ഠൻ, ജോയ് മാത്യു, ബിജി തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം പാലക്കാട്ട് പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഫെബ്രുവരി 6 മുതൽ 11 വരെ. ക്ഷേത്ര ചരിത്രത്തിലെ ആദ്യത്തെ പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചുള്ള നാട്ടെഴുന്നള്ളത്ത് ആരംഭിച്ചു. 2015 ഫെബ്രുവരി 6 മുതൽ 11 വരെ നടക്കുന്ന പാലക്കാട്ട് പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചുള്ളതാണ് നാട്ടെഴുന്നള്ളത്ത്. ആദ്യ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലേക്കും തുടർന്ന് പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര പരിധിയിലെ വീടുകളിലേക്കും എഴുന്നള്ളത്ത് നടത്തും. ആദ്യ ദിവസത്തെ എഴുന്നള്ളത്ത് ചൊവ്വാഴ്ച വൈകിട്ട് പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് പട്ടേന സുവർണവല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കലശകളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ കലശ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ബുധനാഴ്ച വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പടിഞ്ഞാർ ചാമുണ്ടിയമ്മ അരങ്ങിലെത്തി. തുടർന്ന് കാലസ്വരൂപനായ ഗുളികൻ തെയ്യം കെട്ടിയാടി. ചടുല നൃത്തം ചവിട്ടി ഗുളികൻ തെയ്യം അരങ്ങിലെത്തിയപ്പോൾ ഭക്തജനങ്ങൾ വീർപ്പടക്കി നിന്നു. ഇരുകൈകളിലും ചൂട്ടേന്തിയ ഗുളികരാജൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. അരൈ ഏർത്തുമുണ്ട്യ ദേവാലയം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു.
അരയി ഏരത്തുമുണ്ട്യ ദേവാലയത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. ലളിതനാമ സഹസ്രനാമാർച്ചനയാൽ വിളക്ക് പൂജയെ സമ്പന്നമാക്കി. സർവൈശ്വര്യ വിളക്ക് പൂജയ്ക്ക് സ്വാമി പ്രേമാനന്ദ കാർമ്മികത്വം വഹിച്ചു. നിരവധി സ്ത്രീകൾ വിളക്ക് പൂജയിൽ പങ്കെടുത്തു. മടിയൻ ബമ്മണക്കോട് ഭഗവതി തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. കലവര നിരക്കൽ ഘോഷയാത്ര നടന്നു. മടിയൻ ബമ്മണക്കോട് ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിരക്കൽ ഘോഷയാത്ര മടിയൻ സത്യകഴകം കണ്ണച്ചൻ വീട്ടിൽ നിന്നും ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സർവൈശ്വര്യ വിളക്ക് പൂജയും നടക്കും. ഡിസംബർ 7 ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവപ്രതിഷ്ഠ നടക്കും. ആലത്തടി മലൂർ തറവാട്ടിൽ കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ആലത്തടി മലൂർ തറവാട്ടിലെ കളിയാട്ടത്തിന് സമാപനം. കളിയാട്ടത്തിൽ പാറക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പൊട്ടൻ തെയ്യം, അന്തിയണങ്ങുഭൂതം, ആര്യക്കര ഭഗവതി, കോന്തിലച്ചൻ തെയ്യം, വീരന്മാർ തെയ്യവും കെട്ടിയാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ കലയുടെ രംഗവേദി ഉണർന്നു. KSEBയുടെ ഊർജ്ജ സംരക്ഷണ പദ്ധതി സൗരറാന്തൽ വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. മീനാപീസ് കടപ്പുറത്തെ അഭിലാഷ് ദുർഹുത അകറ്റണമെന്നാവശ്യപ്പെട്ട് SFI പ്രതിഷേധ കൂട്ടായ്മ നടത്തി. കല്യാൺ റോഡിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർക്ക് സ്മാരകമായി BJP പ്രവർത്തകർ ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊരുക്കി. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് ജ്യോതി പ്രസാദിന് സ്വീകരണം. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.